അഗസ്റ്റിൻ, ഷൈജു ആൻ്റണി, ഫാദർ പിള്ളിക്കൽ, ഫാദർ പടിക്കപ്പറമ്പിൽ സേവി, അന്മായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു പ്രബുദ്ധതയെക്കുറിച്ച് പറയാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. ചാവറയച്ചൻ മുതൽ വാക്യവിധേയത്തിൽ വരെയുള്ള സർവ്വസഭയുടെ 200 കൊല്ലത്തെ ചരിത്രം ഒരു പ്രബുദ്ധമായ ക്രൈസ്തവ സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആരംഭത്തിൽ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് പ്രബുദ്ധം എന്ന് നമ്മൾ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ എൻലൈറ്റൻഡ് പീപ്പിൾ. യൂറോപ്പിനെ ഉണ്ടാക്കിയത് ബൈബിളും ഗ്രീക്കുകാരുമാണെന്ന് പ്രസിദ്ധനായ ലെവിനാസ് പറഞ്ഞിട്ടുണ്ട്. ലെവിനാസ് യഹൂദ ചിന്തകനാണ് പാരീസിലെ. ബൈബിളും ഗ്രീക്കുകാരുമാണ് യൂറോപ്പിനുണ്ടാക്കിയത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂറോപ്പ് ഒരു പരിഷ്കൃത സമൂഹമായിരുന്നില്ല. പല രാജ്യങ്ങളായി ചിഹ്നിച്ചെറിയ ഗോത്രങ്ങളും വർഗങ്ങളുടെയും ഒരു സമുച്ചയമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ലോകത്തിൻ്റെ ഉച്ചിയിലേക്ക്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാത്തിൻ്റെയും ഔന്നത്യത്തിലേക്ക് അവരെ വളർത്തിയത് സഭയാണ്, സഭയുടെ വിശ്വാസമാണ്, ബൈബിളാണ്, ഗ്രീക്ക് സംസ്കാരവുമാണ്. ഇത് A.N. Whitehead എന്ന മാത്തമാറ്റീഷ്യനായ യൂറോപ്യൻ ചിന്തകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ആധുനിക ശാസ്ത്രങ്ങൾ യൂറോപ്പിൽ മാത്രം വികസിച്ചത്, വളർന്നത്? അത് ഇന്ത്യയിലുണ്ടായില്ല, അത് ഗ്രീസിലുണ്ടായില്ല, ഈജിപ്തിലുണ്ടായില്ല, ബാബിലോണിലുണ്ടായില്ല, ഒരിടത്തുമുണ്ടായില്ല, മറിച്ച് യൂറോപ്പിലാണ് ഉണ്ടായത്. അതിന് അദ്ദേഹം നല്ല ഉത്തരം വളരെ ലളിതമാണ്. അവർ ബുദ്ധിയിലും വിശ്വസിച്ചവരായിരുന്നു എന്നതാണ്. They also believed in rationality. പ്രിയ സുഹൃത്തുക്കളെ, തോമസ് അക്വിനാസ് എന്ന് പറയുന്നത് മിഡീവൽ പീരീഡിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും ശക്തനായ ചിന്തകനായിരുന്നു. അദ്ദേഹം ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലും സൃഷ്ടിച്ചു എന്ന് നിങ്ങളും ഞാനും പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ചോദിച്ചു, എന്ത് കാര്യത്തിലാണ് ഈ ഛായയും രൂപവും ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ഹ്യൂമൻ റാഷണാലിറ്റിയിലാണ്. റാഷണാലിറ്റി, യുക്തിപരത, ബുദ്ധി, ഇരട്ട കാര്യത്തിലാണ് ദൈവത്തിൻ്റെ പ്രതിച്ഛായയും ദൈവത്തിൻ്റെ രൂപവുമാകുന്നത്. അതുകൊണ്ട് ബുദ്ധിയിൽ വിശ്വസിച്ച ഒരു സംസ്കാരത്തെ അദ്ദേഹം ഉണ്ടാക്കി. അതാണ് യൂറോപ്പിൻ്റെ ഔന്നത്യത്തിനും വളർച്ചയ്ക്കും ലോകത്തെ കീഴടക്കുന്ന ഒരു ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈറ്റില്ലമായി മാറാനും കാരണം. ആ സ്വാധീനമാണ് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്ക് ചാവറയച്ചൻ തുടങ്ങി വാക്യവിധേയത്തിൽ വരെ ഉണ്ടാക്കിയത്. ആ പാരമ്പര്യമാണ് നമ്മളെ സ്വാധീനിച്ചത്. ആ പാരമ്പര്യത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ബുദ്ധിയിലും വിശ്വസിക്കുന്ന ജനങ്ങളായി മാറിയത്. ആ ബുദ്ധിയുടെ പരമായിട്ടാണ് നമ്മുടെ ഈ 200 കൊല്ലത്തെ വളർച്ചയിൽ നമുക്കുണ്ടായ നേട്ടങ്ങൾ നിങ്ങൾ മറക്കരുത്. നിങ്ങളും ഞാനുമൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ ഒരു കാർഷിക തൊഴിലാളികളോ കൃഷിക്കാരോ മാത്രമായിരുന്നു. അങ്ങനെയുള്ള കൃഷിക്കാരുടെ മക്കളുടെ മക്കളുടെ മക്കളായി കഴിയുന്ന ഇന്നത്തെ യുവതലമുറ ആരാണ്? ആരും കൃഷിക്കാരല്ല, ആരും ഭൂമിയിൽ പണിയെടുക്കുന്നവരല്ല, ആരും റബ്ബറോ നെല്ലോ കൃഷി ചെയ്യുന്നവരല്ല. എല്ലാവരും പ്രൊഫഷണൽസാണ്. വളരെ സാങ്കേതികമായ വിദ്യാഭ്യാസത്തിന് പരമായി അന്യനാടുകളിലും വിവിധ ദേശങ്ങളിലും ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ ചെറുപ്പക്കാരാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വളർച്ചയും അവരുടെ നവോത്ഥാനത്തിൻ്റെ കാരണം. ആ എൻലൈറ്റൻമെൻറ്റ് ഒരു പ്രകാശമായിട്ട് വേണം മനസ്സിലാക്കണം. എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം, പ്രബുദ്ധത എന്നാണ്. പ്രബുദ്ധമായ ഒരു ക്രൈസ്തവ ജനത എവിടെയുണ്ട്? ആ പ്രബുദ്ധതയുടെ അടിസ്ഥാനം യുക്തിയിലും വിശ്വസിക്കുന്ന സമൂഹമാണ്.
വിശ്വസിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, യുക്തിയിലും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തിന് പരമായി ഉണ്ടാകുമ്പോൾ എന്താണ് അവരുണ്ടാക്കിയത്? രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ധർമ്മത്തിൻ്റെ യുക്തി, ധാർമ്മിക ബോധം, ധാർമ്മികമായ യുക്തി അത് ഏറ്റവും ശക്തമായി അടിയുറച്ച ഒരു ജനതയാണ് ഇവിടെ ഉണ്ടായത്. അത് പഴയ നിയമത്തിൻ്റെ അനന്യമായ വെളിപാട് ഒറ്റ കാര്യമാണ്, എത്തിക്സാണ്, ധർമ്മമാണ്, 10 കൽപ്പനകളാണ്. ആ കൽപ്പനകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയ സുഹൃത്തുക്കളെ, ചാവറയത്തിലൂടെ മണ്ണിലൂടെ നടന്നപ്പോൾ ഈ മണ്ണിൽ നിന്ന് ഒരൊറ്റ കന്യാസ്ത്രീ പോലും ഉണ്ടായിട്ടില്ല. ആ സഭയിലാണ് ആയിരക്കണക്കിന് കന്യാസ്ത്രീകളുടെ വസന്തമുണ്ടായത്, പൂന്തോട്ടമുണ്ടായത്. ഈ സമൂഹത്തിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും യൂറോപ്പിലേക്കും സകല നാടുകളിലേക്കും നേഴ്സുകളായി കയറ്റി അയക്കപ്പെട്ടത്. പ്രിയ സുഹൃത്തുക്കളെ, നേഴ്സുമാരെ ഉണ്ടാക്കിയ ഒരു സംസ്കാരം ഇവിടെയുണ്ട്. അതെന്തായിരുന്നു നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ കന്യാസ്ത്രീകൾ നമ്മുടെ ആശുപത്രികളിലൂടെ പരിശീലിപ്പിച്ച് വളർത്തിയ ഒരു സമൂഹമാണ് നമ്മുടെ നേഴ്സുമാർ. അവർ ലോകത്തിൻ്റെ ഏത് നാട്ടിലും പോയിട്ട് മനുഷ്യരെ സേവിക്കാനും മനുഷ്യരുടെ മാന്യമായി പെരുമാറാനും ശുശ്രൂഷിക്കാനും മഹത്തരമായ മനുഷ്യത്വത്തിൻ്റെ വക്താക്കളായി ജീവിക്കാനും പഠിച്ചു എന്നുള്ളത് ചെറിയ നേട്ടമായി നിങ്ങൾ കാണരുത്. അങ്ങനെ പ്രബുദ്ധമായ ഒരു സമൂഹത്തിലാണ് ഈ ദുരന്തത്തിൻ്റെ വർഷങ്ങൾ കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്താണ് പറ്റിയത് എന്ന ചോദ്യം പ്രസക്തമായി നാം ഉപയോഗിക്കേണ്ടതാണ്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും ശക്തമായ നിലപാട് ധർമ്മബോധവും ജീവിത വിശുദ്ധിയുമാണ്. നിങ്ങളാരും അത് മറന്നു കളയുന്നവരല്ല. ഒരു വ്യാകരണത്തിൻ്റെ ജീവിതം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മക്കളെ പഠിപ്പിക്കുകയും അങ്ങനെയുള്ള സംസ്കാരം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സുറിയാനി കത്തോലിക്ക പാരമ്പര്യം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് നമ്മളാണ്. ആ പാരമ്പര്യത്തിൻ്റെ തണലിൽ ജീവിക്കേണ്ടവർ അതിന് വിരുദ്ധമായി പെരുമാറുന്ന ഒരു നേതൃത്വമാണ് ഇവിടെ ഉണ്ടായത്. എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. തീർച്ചയായും ധർമ്മത്തോട് യോജിപ്പില്ലാതെ ധർമ്മം എങ്ങനെയുമായാലും കുഴപ്പമില്ല എന്ന ധാരണയിൽ നേതാക്കന്മാർ ഉണ്ടായപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് നമ്മുടെ രൂപതയിലുണ്ടായത്, ഈ സഭയിലുണ്ടായത്. അതുകൊണ്ട് ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളത്, ധർമ്മത്തിൻ്റെ ശുദ്ധിയിൽ അല്പം പോലും അണുവിട പോലും വ്യത്യാസമില്ലാത്ത ഒരു ജനത ഇവിടെയുണ്ട്. ആ ജനത ഉണ്ടെങ്കിൽ അതുപോലുള്ള നേതാക്കന്മാർ ഉണ്ടാകണമെന്ന് ശഠിക്കാൻ ആവശ്യപ്പെടാനുമുള്ള യോഗ്യതയും അതിനുള്ള ധൈര്യവും ധീരതയും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് പറയാൻ കൂടിയാണ് ഞാൻ അവസരം ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് സാങ്കേതികമായി നിങ്ങളെ താലോലിക്കാനോ നിങ്ങളുടെ നല്ല വാക്ക് കേൾക്കാനോ അല്ല ഞാൻ പറയുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമുള്ളൊരു സമൂഹത്തിലാണ് നമുക്ക് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടത് ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഇവിടെ ആലഞ്ചേരി പിതാവിൻ്റെ വസ്തു കച്ചവടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വസ്തു കച്ചവടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഇവിടെ ആർക്കും പഠിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രശ്നം പരിഹരിക്കാൻ ലാറ്റിൻ സഭയുടെ അധ്യക്ഷനെയും സിറോമലബാർ സഭയുടെ അധ്യക്ഷനെയും വിളിച്ച് POCയിൽ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത ഞാൻ എന്നോട് ഈ സിറോമലബാർ സഭയിലെ ഒരു മെത്രാപ്പൊലിത്തായ ഒരു മെത്രാനും ഒന്നിച്ചെടുത്ത് എന്നോട് പറഞ്ഞതാണ്, എൻ്റെ പോളെ അതിനകത്ത് യാതൊരു ധാർമ്മിക പ്രശ്നവുമില്ല, ഇതെല്ലാവരും ചെയ്യുന്നതാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് കൊരട്ടിപ്പള്ളിയിലെ കമ്മീഷന് പോകാൻ കമ്മീഷന് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് കാലത്ത് ഞാൻ കൊരട്ടിപ്പള്ളിയിലേക്ക് കമ്മീഷൻ്റെ മറ്റംഗങ്ങളോട് പോയി. ഞാൻ അവിടെ പോയപ്പോൾ എന്തായിരുന്നു ഞാൻ അന്വേഷിക്കേണ്ടത്? ധാർമ്മികമായി കണക്ക് എഴുതുന്നുണ്ടോ, സ്വർണം സൂക്ഷിക്കുന്നുണ്ടോ, അത് പരിപാലിക്കാനുള്ള കൃതമായ നിയമങ്ങളുണ്ടോ, അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നല്ല അന്വേഷിക്കേണ്ടത്. ഞാൻ എല്ലാവരെയും ചെയ്യുന്നതാണ് എന്ന ലാഘവത്തോടുകൂടി അന്ന് അന്വേഷിക്കാൻ പോയാൽ എന്താകുമെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്നെ അവിടെ 8 മണിക്കൂർ നേരം ഇടവക്കാരെ കരാവോ ചെയ്തു. 8 മണിക്കൂർ രാത്രി 2 മണിക്കാണ് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനും മൂത്രമൊഴിക്കാനും പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. എനിക്ക് അവരോട് വിരോധമില്ല.
കാരണം കാര്യങ്ങൾ അത്രമാത്രം മോശമായ അവസ്ഥയിൽ ജനങ്ങൾ ക്ഷോഭിച്ചതാണ്. ആ ക്ഷോഭത്തിന് ഇരയായി മാറിയത് ഞങ്ങളായി മാറിയെന്നുള്ളത് ഞങ്ങളുടെ ദൗർഭാഗ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് അവരെ ഞാൻ എന്നും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അച്ഛന്മാരായാലും മെത്രാന്മാരായാലും കണക്ക് എഴുതാതിരിക്കാൻ, വരുവൻ ചെലവും കൃത്യമായി എഴുതാനും പാലിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവരുടെയും ഉണ്ട്. അത് പാലിക്കാൻ കഴിയാറുണ്ടാകുമ്പോൾ ഇവിടെ ഇതല്ല, ഈ സ്ഥാനത്ത് അത് പറ്റില്ല എന്ന് പറയാനും ഇറക്കി വിടാനും കഴിയാത്തതാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ബലഹീനത. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ 2 മെത്രാന്മാരും ഇന്നും ഈ സഭയിലുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം ഞാൻ വായിക്കാം. ഇത് പാമ്പ്ളാനി പിതാവ് 2023 ജൂലൈ 25 അമേരിക്കയിലെ പത്രപ്രവർത്തകർ എഴുതിയ കത്താണ് എൻ്റെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് പറയുന്ന കാര്യം പെർമനന്റ് സിനഡും രണ്ടുപേരെയും പറഞ്ഞു. ആ കൺവിൻസ്ഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് Cardinal Alanjeri and those involved in the case have not made any financial misappropriation in the land deal. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പെർമനന്റ് സിനഡിനും ബോധ്യമുണ്ട് എന്ത് കാര്യമാണ്. ആലഞ്ചേരി പിതാവ് ഈ ഫൈനാൻഷ്യൽ ഡീലിലും, ആലഞ്ചേരി പിതാവ് മാത്രമല്ല ബന്ധപ്പെട്ട എല്ലാവരും ഒരു ഫൈനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷനും ചെയ്തിട്ടില്ല എന്നാണ്. അത് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ, ഇവർ പറയുന്നതാണ് സത്യമെങ്കിൽ ഇവരെന്തുകൊണ്ട് കോടതിയിൽ പോയില്ല? എന്തുകൊണ്ട് ഹൈക്കോടതി ആലഞ്ചേരി ക്രിമിനൽ കോൺസ്പിറസി നടത്തിയെന്ന് വിധിച്ചു? എന്തുകൊണ്ട് വറ്റിക്കാൻ അദ്ദേഹത്തെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മാറ്റി? എന്തുകൊണ്ട് വറ്റിക്കാനിലെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു? എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ രാജിവെപ്പിച്ചു? ഇതിന് ഉത്തരവുണ്ടോ? ഇവിടെയാണ് എൻ്റെ വേദന. ഇത് ധർമ്മത്തിൻ്റെ പ്രശ്നത്തെ ധർമ്മമില്ലാത്തൊരു സിനഡ് കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നം. ഇവരുടെയൊക്കെ ധാർമ്മിക ബോധം എവിടെ പോയി എന്ന് ചോദിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ധാർമ്മിക ബോധം കെട്ടുപോയതിൻ്റെ ലക്ഷണമാണ്, ഡോക്യുമെൻ്റാണ് ഞങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് ധൈര്യം വന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് 6 കോടി രൂപയാണ് എറണാകുളം അതിരൂപത ഇൻകം ടാക്സ് അതിൻ്റെ പേരെ ശിക്ഷിച്ചത്. ഒരു തെറ്റും ചെയ്യാത്ത ആളെ 6 കോടി രൂപയ്ക്ക് ശിക്ഷിച്ചത് എന്തുകൊണ്ടെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആലഞ്ചേരിക്ക് വളരെ ക്ലീനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ആളുകളെ എനിക്കറിയാം. ആ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കേരളത്തിലെ ഹൈക്കോടതിയിൽ പ്രകടിപ്പിച്ച് അദ്ദേഹം കുറ്റമുക്തനാണ്, ഒരു തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ കഴിയാൻ നമുക്ക് ഇവിടെ അഡ്വക്കന്മാർക്ക് കഴിയാതെ എന്തുകൊണ്ടാണ്? ആ സാധനം അവതരിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അത് പരിഗണിക്കാതെ തള്ളിയത്? ഇയാൾ ക്രിമിനൽ കോൺസ്പിറസി നടത്തിയെന്ന് ഹൈക്കോടതി പറഞ്ഞതും സുപ്രീം കോടതി ശരിവെച്ചതും. ഇതാണ് നമ്മളുടെ പ്രശ്നം. ഈ പ്രശ്നത്തിന് കൃത്യമായ ഉത്തരം നമ്മൾ തേടേണ്ടതാണ്. ധർമ്മത്തെ, സഭയുടെ ധർമ്മത്തിൻ്റെ ശാസ്ത്രത്തെ, ധാർമ്മിക നിയമങ്ങളെ, 10 കൽപ്പനകളെ വെള്ളം ചേർക്കാൻ ഇവർക്ക് അധികാരം ആരാ കൊടുത്തത്? നിങ്ങൾ ഓർക്കുക, നമ്മൾ എതിർത്തു എന്ന് പറഞ്ഞാണ് നമ്മുടെ മേൽ ആരോപണവും മാർപ്പാപ്പ നമുക്കെതിരായി നടപടിയെടുക്കാൻ തുടങ്ങിയത്. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. 1968 പോൾ 6 മാർപ്പാപ്പ ചാക്രിക ലേഖനം എഴുതി, ഹ്യൂമാനെ വിത്തെ, ഹ്യൂമൻ ലൈഫ് എന്നാണ്. ആ ചാക്രിക ലേഖനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, അസന്നിഗ്ധമായി പറഞ്ഞത്, ധാർമ്മിക ബോധനത്തിൻ്റെ അടിവരയിട്ട് പറയുന്ന കൽപ്പനയാണത്. എൻസൈക്ലിക്കലിൽ പഠിപ്പിക്കുന്ന മാർപ്പാപ്പ അധികാരത്തോടെ പഠിപ്പിക്കുന്നതാണ്, വെറുതെ എഴുത്തുന്നതല്ല. അതിൽ പറഞ്ഞു, കൃത്രിമ സന്താന നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അധാർമികമാണ്. കൃത്രിമമായ ഗർഭധാരണത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അധാർമികമാണ്. ആ അധാർമികമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും മെത്രാന്മാരുടെ സമിതികൾ അദ്ദേഹത്തെ എതിർത്തു. എന്തുകൊണ്ട് എതിർത്ത മെത്രാന്മാരെ ശിക്ഷിച്ചില്ല? ഇത്രയും ഗൗരവമായ കാര്യത്തിൽ സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായി
അവർ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാതിരുന്നത്? ഉത്തരവില്ല. ഈ കഴിഞ്ഞ 2023 ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റൊരു കാര്യം പറഞ്ഞു. സ്വഭാവകാരരാജികളുടെ കല്യാണം കഴിക്കുന്നവരെ ആശീർവദിക്കാം. ലിറ്റർജിക്കൽ ആശീർവാദമല്ല, തിരുവസ്ത്രങ്ങളൊന്നും ആശീർവദിക്കാൻ പാടില്ല. പക്ഷേ ഒരു ആശീർവാദം സാധാരണമായി കൊടുക്കാം. ആ നിലപാടിനെ ശക്തമായി എതിർക്കുന്നവരായിരുന്ന ആഫ്രിക്കയിലെ മെത്രാന്മാർ, പോളണ്ടിലെ മെത്രാന്മാർ, അവർക്കെതിരായിട്ട് എന്താ നടപടിയെടുക്കാത്തത്? നമുക്കതിന് നടപടിയെടുക്കാൻ മാർപ്പാപ്പ തന്നെ എഴുതിയല്ലോ. നമ്മളെന്താ ചെയ്ത്? 50 കൊല്ലം നമ്മൾ പരിചയിച്ച ഒരു അനുഷ്ഠാനക്രമമാണ്. ധർമ്മത്തിൻ്റെ നിയമമല്ല, വിശ്വാസത്തിൻ്റെ ധാർമ്മികതയുടെ പ്രശ്നമല്ല. അത് ഞങ്ങൾക്ക് തുടരണമെന്ന് പറഞ്ഞപ്പോൾ സാധ്യമല്ല എന്ന് ഈ സിനഡാണ് നമ്മോട് പറഞ്ഞത്, ഈ മാർപ്പാപ്പയാണ് നമ്മോട് പറയുന്നത്. ഇതെവിടുത്തെ നിയമമാണ്, എവിടുത്തെ ആചാരമാണ്, എവിടുത്തെ വസ്തുതയാണ്? ഞാൻ മാർപ്പാപ്പ എതിർക്കാനല്ല പറയുന്നത്. അദ്ദേഹത്തെ എന്താ പഠിപ്പിക്കുന്നത്? ചില ആളുകൾ പോയി, നിങ്ങൾക്കറിയാവുന്നതാണ്, ഇവിടെ ചില മെത്രാന്മാരാണ് ചെയ്തത്. നമ്മുടെ തീവ്രവാദികളുടെ ഗ്രൂപ്പിൽ നിന്ന് പണം വാങ്ങിച്ചാണ് അച്ഛന്മാർ ഈ സമരം നടത്തുന്നത് എന്ന് പല വേദിയിൽ ഒരാൾ പറഞ്ഞായിട്ട് എനിക്കറിയാം, ഒരു ആർച്ച് ബിഷപ്പ്. ഇത് മാർപ്പാപ്പയോടും പറഞ്ഞിട്ടില്ല എന്നെങ്ങനെ അറിയാൻ പറ്റും? മാർപ്പാപ്പ പറയുന്നു, നിങ്ങൾ സമരം ചെയ്തതിൻ്റെ ഒരു കാരണവും ലിറ്റർജിയോ കുർബാനയോ അല്ല. ഇതെന്താ കാരണം? കാശ് മേടിച്ചതാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വൈദികരാരും മേജർ ആർച്ച് ബിഷപ്പ് പേര് ചൊല്ലി കുർബാന ചെല്ലാറില്ല. നിങ്ങൾ കുർബാന കാണുന്നതല്ലേ? നിങ്ങളുടെ അച്ഛന്മാർ പേര് ചെല്ലാതെയാണ് കുർബാന ചെല്ലുന്നത്. അങ്ങനെ ഒരു നുണ പോയി മാർപ്പാപ്പയെ പറഞ്ഞു ധരിപ്പിച്ചതാരാണ്? ഇതെല്ലാം ഗൗരവമായ ധാർമ്മികതയുടെ പ്രശ്നങ്ങളാണ്. ഈ മേജർ ആർച്ച് ബിഷപ്പ് ആവർത്തിച്ച് നുണ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. KPMG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. KPMG 2 പേര് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു. KPMG റിപ്പോർട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ റിപ്പോർട്ടിൽ 2 പേര് അദ്ദേഹത്തെ കാണാൻ ചെന്നു. കാണാൻ ചെന്നിട്ട് അതിലൊരാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പിതാവിനെ സാജു വർഗീസിനെ അറിയോ? പിതാവിൻ്റെ മറുപടി അതിനകത്ത് എഴുതിയേക്കുന്ന മറുപടിയാണ്. അങ്ങനെ പറഞ്ഞുവിടാന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് അവരെഴുതിയിരിക്കണതാണ്. KPMG ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ഓഡിറ്റ് കമ്പനിയാണ്, അവരെഴുതിയേക്കണേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അറിയും, ഇപ്പോൾ യാതൊരു ബന്ധവും അദ്ദേഹമായിട്ടില്ല. അത് കഴിഞ്ഞ് അവർ റിപ്പോർട്ടിൽ എഴുതുന്നു, ഇത് പറഞ്ഞ കൃതിനാണെന്ന് ഞങ്ങൾ പോന്നു കഴിഞ്ഞ് ഇത്ര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുവെന്നും ഇത്ര മിനിറ്റ് നേരം സംസാരിച്ചു എന്നും പറയുന്നു. മാത്രമല്ല, ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം ഇന്ന സമയത്ത് അദ്ദേഹത്തെ കർദിനാൾ വിളിക്കുകയും ഇത്ര സമയം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നതിൻ്റെ 2ാമത്തെ ദിവസവും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ടില്ല. നുണ പറഞ്ഞു എന്ന് KPMG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സത്യത്തിൻ്റെയും നീതിയുടെയും പ്രശ്നമാണ്. നേര് പറയുക, സത്യം അനുഷ്ഠിക്കുക. ഇതാണ് ഞാനും നിങ്ങളും ഈ സഭയിൽ നിന്ന് പഠിച്ചത്. ഞാൻ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ പഠിച്ചവനാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ നുണ പറയരുതെന്നാണ് എന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പെരിസിനാരി പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ വർഷം മേജർ സമ്മർ വെക്കേഷൻ വന്നപ്പോൾ ഞാനവിടെ അന്നത്തെ പ്രൊപ്പറേറ്ററായിരുന്നു, പണം കൈകാര്യം ചെയ്യുന്നവരായിരുന്നു. ചന്തയിൽ പോയി പണം മേടിക്കുന്ന, കാശ് സാധനം മേടിക്കുന്ന പാനാപ്പള്ളി അച്ഛനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പലരും പാനാപ്പള്ളി അച്ഛൻ അറിയില്ലേ? പാനാപ്പള്ളി അച്ഛനാണ് ഡയറക്ടർ. ഞാൻ കണക്കുണ്ടാക്കി പാനാപ്പള്ളി അച്ഛന് കൊടുത്തു. 15 പൈസയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. 15 പൈസ. അന്ന് ഒരണേക്കൂടുള്ള കാശാണത്. അച്ഛൻ എന്നോട് പറഞ്ഞു, ആ 15 പൈസയുടെ കുറവ് എന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ പോയാൽ മതിയെന്ന്. 2 ദിവസം ഞാൻ ഇവിടെ നിന്നത് പണിതു. പ്രിയപ്പെട്ടവരെ, അതൊരു പാഠമാണ്, ഞാൻ ജീവിക്കുന്ന പാഠമാണ്. നുണ പറയാതിരിക്കുക, സത്യം പറയുക. മെത്രാന്മാർക്ക് നുണ പറയാനുള്ള അവകാശമുണ്ടോ? ഇതാണ് ഇന്നത്തെ പ്രശ്നം. അച്ഛന്മാർക്ക് നുണ പറയാൻ പാടില്ല, മെത്രാന്മാർക്ക് പറയാം. കാരണം ഞങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദീർഘമായിട്ട് പ്രസംഗിച്ച് നിങ്ങളെ ശല്യപ്പെടുത്താനല്ല ഞാൻ വന്നത്. ഞാനൊരു കഥ പറയാം. 1984 എന്നത് ഒരു നോവലിൻ്റെ പേരാണ്. ജോർജ് ഓർവെൽ എഴുതിയ നോവലാണ്. അത് പ്രത്യക്ഷത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ പതനത്തെക്കുറിച്ചുള്ള പ്രവചനപരമായ നോവലായിരുന്നു. അതിനകത്ത്
വിൻസ്റ്റൺ എന്നൊരു കഥാപാത്രമുണ്ട്. വിൻസ്റ്റൺ എന്ന കഥാപാത്രത്തെ CID-ക്കാർ അറസ്റ്റ് ചെയ്യുന്നു. അയാളുടെ പേര് ചുമത്തപ്പെട്ട കുറ്റത്തിൻ്റെ പേര് തോട്ട് ക്രൈം എന്നാണ്. 2 വാക്ക് ഇംഗ്ലീഷിലാണ്. തോട്ട് ചിന്തിക്കുക, ക്രൈം കുറ്റം. ചിന്തിക്കുക എന്ന കുറ്റം ചെയ്തു എന്നുള്ളതാണ്. അയാളെ പ്രാന്താശുപത്രിയിൽ, മെൻ്റൽ ആശുപത്രിയിൽ കിടത്തിയിരിക്കുന്നത്. അവിടെ കിടക്കുകയാണ് തോട്ട് ക്രൈമിൻ്റെ പേര്, ചിന്തിച്ചു എന്ന കുറ്റത്തിൻ്റെ പേര്. അയാൾ ബിഗ് ബ്രദർ ഉണ്ട്, അതിനകത്ത് പേരൊക്കെയാണ്. ബിഗ് ബ്രദറിൻ്റെ ഭരണാധികാരിയാണ്. അയാളുടെ ഏജൻറ്റ് ഇവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ വിൻസ്റ്റനോട് ചോദിക്കുന്നു, നിനക്ക് മാത്തമാറ്റിക്സ് അറിയാമല്ലേ? എന്നാൽ ഞാൻ കുറച്ചൊക്കെ പഠിച്ചതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, 4 4 എത്രയാണ്? എന്നിട്ടെന്ന് പറഞ്ഞിട്ട് വളരെ നല്ല കാര്യം, നിനക്ക് നന്നായിട്ട് മാത്തമാറ്റിക്സ് അറിയാമല്ലോ. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കാം. ആ സമയം കൊണ്ട് അയാളുടെ കയ്യിൽ തൂക്കിയിരിക്കുന്ന സ്റ്റാൻഡിലെ ഇതിൽ ഒരു സിറിഞ്ച് കുറ്റി കേട്ടാണ്. അതിന് നോസിൽ അടച്ചു വെച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം, 4 4 8 നീ എന്നോട് പറഞ്ഞു. ശരിയാണ്. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. 4 4 9 എന്ന് പാർട്ടി പറഞ്ഞാൽ 4 4 എത്രയാണ്? ചോദ്യം കൂടെ ആവർത്തിക്കാൻ ഞാൻ. 4 4 9 എന്ന് പാർട്ടി പറഞ്ഞാൽ 4 4 എത്രയാണ്? അവർ ഞെട്ടും. അപ്പോഴാണ് ഭീകരമായ മല്ലാപ്രാളത്തിൻ്റെ വിഷം അവൻ്റെ രക്തത്തിലേക്ക് ചേരുന്നത്. അവൻ നിലവിളിച്ചുകൊണ്ട് പിടയാണ്. ശ്വാസം കിട്ടാതെ പിടയുന്നവർ നിർത്ത്. 4 4 9 ഇതാണ് ഇന്ന് കേരളത്തിലെ സർവഭാഷക എറണാകുളം അങ്കമാലി അതിരൂപത അനുഭവിക്കുന്നത്. 4 4 9 ആക്കുന്ന മെത്രാന്മാർ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിസന്ധിയിലാണ് നമ്മൾ പോയിരിക്കുന്നത്. ഒറ്റ കാര്യം നമുക്ക് ഒറ്റ സ്ഥലമായി പറയേണ്ടിയിരിക്കുന്നു. ധർമ്മബോധമില്ലാത്ത ആരെയും പത്രാസ്ഥാനത്തും സഭയുടെ ആസ്ഥാന സ്ഥാനത്തും വേണ്ടായിരുന്നു. ധർമ്മബോധമാണ്, മറ്റൊന്നുമല്ല. കത്തോലിക്ക സഭ പഠിക്കുന്ന ധർമ്മം, ശരി തെറ്റ് നിശ്ചയിക്കുന്ന അവരല്ല. ശരി തെറ്റ് വസ്തുനിഷ്ഠമായ ശരിയും തെറ്റുന്നുണ്ട്. 4 4 8 ഞാനോ പാർട്ടിയോ അല്ല, 8. അത് പാലിക്കാൻ കഴിയാത്തവർ, അത് വിശ്വാസമില്ലാത്തവർ ഈ വേദിയിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാനുള്ള ദൗത്യം, നമ്മുടെ കടമ നമുക്കുണ്ട്. ഇവരാരും കൊള്ളരുതാത്തവരാന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. ഇവരെ ആരോ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മസ്തിഷ്ക പ്രക്ഷാളനം ഇവിടെയും നടക്കുന്നുണ്ട്. നല്ല മനുഷ്യരായിട്ടാണ് മെത്രാന്മാരെ ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കൾ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആരുടെയോ പ്രേതങ്ങൾ കൂടുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. പ്രേതാവാസം നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഈ പ്രേതങ്ങൾ കഴിഞ്ഞു പോയവരാകാം, നിൽക്കുന്നവരാകാം, നിൽക്കാൻ പാടില്ലാത്തവരാകാം, ഒക്കെയാകാം. അതിൻ്റെ ദുരന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം കൂടി പറയാം. നിങ്ങളോട് പറയുന്നത് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. 2024 ജനുവരി 4 കാർഡിനൽ ആലഞ്ചേരി ഒരു കൂപ്പുകൈ എന്ന പേരിൽ ഒരു ചെറിയ സന്ദേശം എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു ക്ഷമാപണം നടത്തിയെന്നാണ് മീഡിയ എല്ലാ TV ചാനലും പത്രങ്ങളും പറഞ്ഞത്. ആ വാചകം ഞാൻ വായിക്കാം. എൻ്റെ ദൗത്യ നിർവഹണത്തിൽ വന്നുപോയ കുറവുകളിലും പോരായ്മകളിലും ഞാൻ ഖേദിക്കുന്നു. 2 വാക്കവിടെയുണ്ട്, കുറവുകൾ, പോരായ്മകൾ. ആ 2 പദം കൊണ്ട് ധാർമ്മികമായ എന്തെങ്കിലും സൂചിപ്പിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. കുറവുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. കുറവുകളുണ്ടാവും, എല്ലാ മനുഷ്യരും കുറവുണ്ടാവും. നിങ്ങളെല്ലാവർക്കും അറിയാലോ, കുറവുകളുണ്ടായി. പോരായ്മകൾ, അതുപോലെ കുറവുകളുടെ വേറൊരു പദപ്രയോഗമാണ് പോരായ്മ. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? അദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്ന് സിനഡിന് ബോധ്യമുണ്ട് എന്ന് സിനഡ് പറയുന്നു. പിന്നെ ആരാ അദ്ദേഹം തെറ്റ് ചെയ്തെന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മുടെ പ്രതിസന്ധി. ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ പേഴ്സണലാണ്.
എനിക്ക് കുറച്ച് അച്ഛന്മാർ പറയാവുന്ന കാര്യമാണ്. ഇദ്ദേഹം ക്ഷമ ചോദിച്ചു എന്ന് പത്രമാധ്യമങ്ങൾ എഴുതി. എങ്കിൽ എനിക്ക് പറയാനുള്ളത്, 7-8 കൊല്ലം മുമ്പ് പ്രസ്ബിറ്റർ കൗൺസിൽ, എറണാകുളം അങ്കമാലി അതിലൂടെ പ്രസ്ബിറ്റർ കൗൺസിൽ എന്ന് പറഞ്ഞാൽ വൈദിക യോഗം, എല്ലാ അച്ഛന്മാരും ഇല്ല. അതിനകത്ത് 48 or 50 അച്ഛന്മാർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് അച്ഛന്മാർ എഴുതി ഇലക്റ്റഡായിട്ട് വരുന്ന അച്ഛന്മാരാണ്. അവരുടെ യോഗമാണ്. അവരാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഒത്തുപോ ചെയ്തത്, അവരാണ് ചോദ്യം ചെയ്തത്. അവരുടെ യോഗം ഒരു ദിവസം പാസ്സാക്കിയ ഒരു സത്യമുണ്ട്. ആലഞ്ചേരി പിതാവ് ഞങ്ങളോട് ക്ഷമ ചോദിച്ചാൽ എല്ലാം പൊറുക്കാമെന്ന്. ക്ഷമ ചോദിക്കണം, എല്ലാം പൊറുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വിവരം സെബാസ്റ്റ്യൻ എന്തരത്തെ പിതാവാണ് ആലഞ്ചേരി പിതാവിനെ അറിയിക്കുന്നത്. അദ്ദേഹം ഉടനെ പറഞ്ഞു, ഞാൻ ക്ഷമ ചോദിക്കാമെന്ന്. അത് കഴിഞ്ഞ് സെബാസ്റ്റ്യൻ പിതാവ് ഞങ്ങളുടെ യോഗത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, പിതാവ് ക്ഷമ ചോദിക്കാമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ 48 പ്രസ്ബിറ്റർ കൗൺസിലിൻ്റെ മറ്റെല്ലാ അച്ഛന്മാരോടുണ്ട്. ഞാൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളും എന്നോട് വിയോജിക്കാൻ സാധ്യതയുള്ള കാര്യമാണത്. ഞാൻ പറഞ്ഞു, ആലഞ്ചേരി പിതാവ് അച്ഛന്മാരുടെ ക്ഷമ ചോദിച്ച് നാണം കിടണമെന്നില്ല. എൻ്റെ അഭിപ്രായം, ആലഞ്ചേരി പിതാവ് 2 ഓക്സിലറിമാരോട് ക്ഷമ പറഞ്ഞ് ആ കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഞാൻ പറയും, വെടിവിട്ടുകൊള്ള എൻ്റെ പേരിൻ്റെ പേടിയുണ്ട്, അച്ഛന്മാരെന്നെ എതിർക്കുമെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, ഒരച്ഛൻ പോലും എതിർത്തില്ല. എല്ലാവരും നിശബ്ദരായിരുന്നു. ഇതുമായി സെബാസ്റ്റ്യൻ പിതാവ് പോയി. എന്തായിരുന്നു മറുപടി? അഡ്വക്കേറ്റുമാർ ക്ഷമ ചോദിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് മറുപടി. ഇപ്പം അനുവദിച്ചോ? ക്ഷമ പറഞ്ഞു? രണ്ടും എനിക്ക് വെക്കല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ത്രിശങ്കുവിലാണ്. ഇപ്പോൾ ഈ ത്രിശങ്കുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമുക്ക് പൈതൃകമായി കിട്ടിയത് ഒരു ധർമ്മബോധമാണ്. അത് ബ്രാഹ്മണൻ്റെ ധർമ്മബോധമല്ല, നായരുടെ ധർമ്മബോധമല്ല. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ആർജവത്തോട് ജീവിക്കാൻ, ഋജുവായിട്ട് വളയാതെ, വളഞ്ഞ വഴിക്ക് പോകാതെ, തെറ്റ് കണ്ടാൽ തെറ്റാണ് എന്ന് പറയാനുള്ള ഋജുവായ ബോധം നമുക്കുണ്ടാകണം. ആ ബോധം നമുക്കില്ലാതെ വരുമ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വാക്ക്, നല്ല വാക്ക്, നമ്മുടെ കത്തോലിക്ക സഭയിലെ കേരളത്തിലെ സന്യാസ സമൂഹങ്ങളുടെ അധ്യക്ഷന്മാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഒരിക്കലും ചർച്ച ചെയ്യാൻ ഞങ്ങൾ നിലവിളിക്കുന്നു, ഞങ്ങൾ പ്രകടനം നടത്തുന്നു, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു സൈഡിൽ ഒരു മെത്രാന് കഴിവുണ്ടായില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് വേദനെടുക്കുന്നത് എന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല. അതങ്ങനെ കാണിച്ചപ്പോഴാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ഛന്മാരെ മാറ്റി നിർത്തിയിട്ട് സന്യാസ വൈദ്യരെ കൊണ്ട് ഈ രൂപത നടത്താമെന്ന് ചിലർ കരുതി എന്നാണ് ഞാൻ കരുതുന്നത്. അവർ സന്യാസ സഭയുടെ അധ്യക്ഷന്മാരെയും അധ്യക്ഷകളെയും വിളിച്ചു കൂട്ടി. അവർ ചോദിച്ചു, നിങ്ങൾ ഈ കാര്യം ഞങ്ങളോട് നിൽക്കുമോ, എന്താ വേണ്ടത്? അന്ന് പ്രിയപ്പെട്ടവരെ, ഇത് ചരിത്രമാണ്. അന്ന് അവിടെ വെച്ച് ഈ സന്യാസഭയുടെ ജനറൽമാരും പ്രൊവിൻഷ്യന്മാരും അസന്നിഗ്ധമായി മെത്രാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രശ്നം അച്ഛന്മാരും അൾമാരുമായി ചർച്ച ചെയ്ത് നിങ്ങൾ തീർക്കണം, അല്ലാതെ വേറെ വഴികളൊന്നും ചെയ്താൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു സിനഡിൻ്റെ കമ്മിറ്റി വെച്ചതും ഒത്തുതീർപ്പിന് സംഭാഷണം നടത്തിയതും സംഭാഷണത്തിൽ പരസ്പര ഐക്യത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ രേഖ ഉണ്ടാക്കിയതും. ആ രേഖയും സിനഡ് കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് റോമിലേക്ക് അയച്ചിട്ട് അന്ന് പറഞ്ഞു അധികാരം റോമിലാണെന്ന്. റോമിലിരിക്കുന്ന പൊളിറ്റിക്കൽ ഡെലഗേറ്റ് വാസിൽ അതിൽ 2 പ്രാവശ്യം കേരളത്തിൽ വന്നു. ഒരു പ്രാവശ്യം വന്നിട്ട് തൃക്കാക്കരയിൽ നിന്ന് ബസിലിക്കയിലേക്ക് കുർബാന പ്രദക്ഷിണമാണ് അദ്ദേഹം നടത്തിയത് 300 പോലീസുകാരുമായിട്ട്. ഇതാണോ വിവേകം? ഇതാണോ ക്രൈസ്തവീയത എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് പോയി. 2ാമത് വന്നപ്പോൾ ആളുകളെ കേൾക്കാൻ അദ്ദേഹം മനസ്സായി. ആ മാറ്റം എന്തുകൊണ്ടുണ്ടായി? ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അപ്പം മാറി, പുതിയ അഡ്മിനിസ്ട്രേറ്ററായി. നമ്മൾ സംസാരിക്കാൻ തയ്യാറായി. ഞങ്ങളെല്ലാവരും പോയി സംസാരിച്ചു.
ആ സംസാരത്തിൻ്റെ അവസാനം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോഴാണ് നമുക്ക് പരസ്പരം സംഭാഷണത്തിലൂടെ ഇത് പരിഹരിക്കാൻ ഒരു രേഖ തയ്യാറാക്കാമെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന രേഖ ഉണ്ടാക്കിയത്. രേഖ ഒപ്പിടേണ്ട സമയമായപ്പോൾ ഓറിയൻ്റൽ കോർഡിനേഷൻ പ്രിഫെക്ടറോട് പോലും ഈ രേഖയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചെങ്കിലും പെട്ടെന്ന് ഒരു ഫോൺ വരുന്നു. അദ്ദേഹത്തിന് ഒപ്പിടാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണ് ഫോൺ ഉണ്ടായത്? ആരാണ് ഇതിനെ പാരവെച്ചത്? നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ധർമ്മമാണ് പ്രശ്നം, സത്വസന്ധതയാണ് പ്രശ്നം. നിർവികാരമായി ധർമ്മം പാലിക്കാൻ, ക്രിസ്തു പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കാൻ, മോശസ് പഠിച്ച കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ പണി നമുക്ക് പറ്റിയതല്ല എന്ന് അവരോട് പറയേണ്ട കാലമായിരിക്കുന്നു. അതിനുള്ള ധൈര്യതയും അതിനുള്ള സന്മനസ്സും അതിനുള്ള ആർദ്രതയും അതിനുള്ള സത്യനിഷ്ഠയും ആത്മാർത്ഥതയും നമ്മൾ കാണിക്കണം. നിങ്ങൾ കാണിക്കും. എനിക്ക് വലിയ ആശ്വാസമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഈ അഭിമാനം കാത്തു സൂക്ഷിക്കുക. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കിട്ടാനുള്ളത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ അനന്യമായ സുവിശേഷമാണ്. അതിൽ മായം കടക്കുന്ന വലിയ ഗ്രാൻഡ് ഇൻക്വിസിറ്റേഴ്സായിട്ട് ആരും മാറാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സാമൂഹികവും സാംസ്കാരികവും ചിന്താപരവുമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലും നിങ്ങളാണ് ഗൗരവമായി പങ്കെടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് എൻ്റെ വാക്ക് കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.